പെരിന്തൽമണ്ണ നഗരസഭയുടെ വിശേഷമാണ് ഇന്നത്തെ തദ്ദേശ തിലക്കത്തിൽ. സ്വന്തമായി വീടും സ്ഥലവും ഒന്നുമില്ലാത്ത 400 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് LDF ഭരിക്കുന്ന മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭ. എല്ലാവർക്കും ഭവനം എന്ന ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റിൽ 200 കുടുംബങ്ങൾ താമസവും തുടങ്ങിയിട്ടുണ്ട്. ഭവനരഹിതരുടെ പാർപ്പിട പ്രശ്നം പരിഹരിച്ച സംസ്ഥാനത്തെ ഏക നഗരസഭ കൂടിയാണ് പെരിന്തൽമണ്ണ. 6 ഏക്കർ സ്ഥലം, 400 ഫ്ളാറ്റുകൾ, താമസം തുടങ്ങിയത് 200 കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ ഭവന സമുച്ചയം ഒരൊറ്റ ഫ്രെയിമിൽ കാണാം പെരിന്തൽമണ്ണ നഗരസഭയിൽ. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് ഇന്ന് സ്വന്തമെന്ന് പറയാൻ ഒരു വീടുണ്ട്. ആ സന്തോഷം ഉമൈബയുടെ വാക്കുകളിൽ വ്യക്തം. 10-18 കൊല്ലമായിട്ട് വാടക തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി ഇങ്ങനെ എഴുതി കൊടുത്തു, ഇത് കിട്ടി, നല്ലൊരു ഇതുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ കെട്ടിടം മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ എങ്ങനെയൊക്കെ ആയി, വെള്ളവും കറണ്ടും 8 മാസം കറണ്ട് ഇല്ലാതെ ഞാൻ താമസിച്ചു. അതേപോലെ എപ്പോഴും കുറേ ആൾക്കാർ ഇവിടെ താമസം ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നായി വന്നു. മുനിസിപ്പാലിറ്റി അവരതുകൊണ്ട് തന്നെയാണ് അത്രയും. പിന്നെ ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് എല്ലാ കാര്യം കൊണ്ടും. ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മുനിസിപ്പാലിറ്റി ചെയ്യും എന്നുള്ള നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. 33 കോടി രൂപ ചിലവഴിച്ചാണ് പെരിന്തൽമണ്ണ നഗരസഭ ലൈഫ് ഭവന പദ്ധതി വഴി ഭവനരഹിതർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത്. 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റ് പൂർണ്ണമായും സെറാമിക് ടൈൽ പതിച്ചതാണ്. 2 കിടപ്പുമുറികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ വന്നിട്ട് 10-25 വർഷമായി. ഞങ്ങൾ പിന്നെ ആദ്യം തിരുവിക്കാട് എന്ന സ്ഥലത്ത് താമസിച്ചത്. ഇങ്ങോട്ട് വന്നിട്ട് തന്നെ 10-5 വർഷം. ഞങ്ങൾ എരവിമംഗലത്താണ്. ആ സമയത്താണ് ഇവിടെ ഫ്ലാറ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ എഴുതി കൊടുത്തതും പിന്നെ അത് പാസ്സായതും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4 വർഷമായി. പിന്നെ ഇപ്പോൾ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വാടക കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. ഫ്ളാറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ 6 ഏക്കർ സ്ഥലം ഒലിക്കരയിൽ വാങ്ങിയത് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 5.48 കോടി രൂപ വിനിയോഗിച്ചാണ്. കെട്ടിട നിർമ്മാണം പൂർണ്ണമായും കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ. 400 ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിന് 20 കോടി രൂപ ലൈഫ് മിഷൻ നൽകി. കേന്ദ്ര ഭവന പദ്ധതിയായ PMAY വിഹിതമായി ലഭിക്കേണ്ട 6 കോടി രൂപ ലഭിക്കാത്തത് പ്രതിസന്ധിയായപ്പോൾ സംസ്ഥാന സർക്കാർ 6.89 കോടി രൂപ നൽകി. ഒപ്പം ഗുണഭോക്താക്കളുടെ 50,000 രൂപ കൂടിയായപ്പോൾ സഫലമായത് 400 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നമാണ്. ഫ്ളാറ്റിലേക്ക് നഗരസഭ മാറാനുണ്ടായിട്ടുള്ള കാരണം നമ്മുടെ അതിവേഗം നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ നഗരം. അപ്പോൾ വീടുകളില്ലാത്ത ആളുകൾ മാത്രമല്ല, വീടും സ്ഥലവും ഇല്ലാത്ത ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു ഫ്ലാറ്റിലേക്ക് മാറാനും അത് ലൈഫ് മിഷനെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ അല്ലെങ്കിൽ ലൈഫ് മിഷനെ അതിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഫ്ളാറ്റുകൾ മാത്രമല്ല, സ്വന്തമായി ഭൂമിയുള്ള 1334 ഭവനരഹിതർക്കും പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി. പണമില്ലാത്തതിനാൽ പാതി വഴിയിൽ നിലച്ചുപോയ 50-ലേറെ കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഭവനരഹിതരില്ലാത്ത നഗരസഭയായി മാറാൻ പെരിന്തൽമണ്ണയ്ക്ക് കഴിഞ്ഞപ്പോൾ ലൈഫ് മിഷൻ പുരസ്കാരം നൽകി സർക്കാർ ആദരിച്ചു. പ്രതിസന്ധികൾ മറികടന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതി. ന്യൂസ് മലയാളം.